ഇന്നലത്തെ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറുത്ത ദിവസം തന്നെയാണ്. 2021 ജൂൺ 30 വണ്ടിപ്പെരിയാറിൽ ഒരു 6 വയസ്സുകാരിയെ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അത് പിന്നീട് കൊലയാണെന്ന്, ഉറപ്പായിട്ടും കൊലയാണെന്ന് മനസ്സിലാവും. കാരണം ഒരു 6 വയസ്സുകാരി എന്ന് പറയുമ്പോൾ ആ കുട്ടി എന്തായിരിക്കും ചിന്തിക്കാമെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം എൻ്റെ മോൾക്ക്, രണ്ടാമത്തെ മോൾക്ക് 6 വയസ്സാണ്. അതിൻ്റെ ഒരു ഫീല് നമുക്കത് ഇന്നലത്തെ ആ വിധി കേട്ടതിന് ശേഷം നമ്മുടെ മനസ്സിലുള്ളൊരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഈ പോലീസുകാർ വിചാരിച്ചാൽ ഒരാളെ പ്രതിയുമാക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൽ നിന്നും കുറ്റവിമുക്തനുമാക്കാൻ സാധിക്കും. കാരണം വളരെ സിമ്പിളാണ്. തെളിവുകൾ കൃത്യമായിട്ട് അവരവിടെ കണ്ടെത്തിയത് അവിടെ കൃത്യമായിട്ട് കാണിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷമാണ് ആ വണ്ടിപ്പെരിയാർ കേസിൽ വിധി വന്നിരിക്കുന്നത്. ആ വിധിയിൽ തെളിവുകൾ പ്രതിയാണെന്ന് തെളിയിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പ്രതി കുറ്റവിമുക്തനായിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു പോലീസ് വിചാരിച്ചാൽ ഇവിടെ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കും. സത്യമാണ്. ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ കോടതിയിൽ ആ പ്രതിക്ക് ഒരിക്കലും അതിൽ നിന്നും കുറ്റവിമുക്തനാവാൻ പറ്റില്ല. അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എങ്ങനെയാണ് നമ്മൾ നീതി ഉറപ്പിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. പോലീസ് അത് കൃത്യമായിട്ട് തെളിവുകൾ ശേഖരിച്ച് അത് അവിടെ തന്നെ ആ തെളിവുകളെല്ലാം സൂക്ഷിച്ച് അത് കോടതിയിലെത്തി അത് ജഡ്ജിക്ക് തെളിഞ്ഞാൽ മാത്രമാണ് ഈ പ്രതിയായി മാറുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആ തെളിവുകളെ അന്ന് അതൊരു വലിയ കോളിളക്കം സൃഷ്ടിച്ചു. പോലീസുകാർ പെട്ടെന്ന് തന്നെ കണ്ടെത്തി പ്രതിയെ ആ വീട്ടിൽ കൊണ്ടുവരുന്നു. ആ പ്രതി അത് ചെയ്തതിന് ശേഷം ജനലിലൂടെ ഇറങ്ങുന്നത് കാണിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ തെളിവെടുപ്പുകൾക്കും ശേഷം പ്രതി സമ്മതിക്കുന്നു. നമ്മളെല്ലാവരും സന്തോഷിച്ചു. പോലീസ് കണ്ടെത്തി അവനെ. നമ്മൾ അന്ന് എല്ലാവരും പ്രാഗി. പിന്നീട് നമ്മൾ 2 വർഷമായപ്പോഴേക്കും നമ്മളത് മറന്നു. ഇന്നലെ വീണ്ടും ആ കേസ് വന്നപ്പോഴാണ് നമ്മൾ വീണ്ടും ഇത് റീഓപ്പൺ ചെയ്യുന്നത്. നമ്മളെല്ലാവരും സാധാരണക്കാരുടെ കാര്യം പറഞ്ഞത് അങ്ങനെ വരുന്നത്. ഇന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ആ വീട്ടിലെ ആ അച്ഛനും അമ്മയും ഈ 2 വർഷമാണ്. ഒന്നാമത്തെ ഈ കേസ് അതിവേഗ കോടതിയിലാണ് നടന്നത്. അതിവേഗ കോടതി എന്ന് പറഞ്ഞാൽ 2 വർഷം എടുത്തു. അതേസമയം നമ്മൾ ആലുവ കൊലക്കേസ്, നമ്മളുടെ ആ കുട്ടീനെ, ഇതേപോലെ തന്നെ ഒരു കുട്ടീനെ കൊന്നപ്പോൾ അതിവേഗ കോടതി 1 or 2 വീക്സിനകത്ത് കൊലയാളിയുടെ കംപ്ലീറ്റ് അദ്ദേഹം തന്നെയാണ് പ്രതി എന്നുള്ളത് കണ്ടെത്തുകയും അത് അയാളെ ജയിലിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതെന്തുകൊണ്ടായിരിക്കുന്നു എനിക്ക് ഇപ്പോൾ തോന്നുന്നത്, അദ്ദേഹം ഒരു ബംഗാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനോ അദ്ദേഹത്തിന് ശുപാർശ ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാനോ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് വളരെ ഈസി ആയിട്ട് കണ്ടെത്താനും അതൊരു പൊൻതൂവലായി മാറുകയും ചെയ്തു. പക്ഷെ ഇന്നലത്തെ കേസിൽ അങ്ങനെയല്ല. അദ്ദേഹം ഒരു DYFI നേതാവായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഉറപ്പായിട്ടും ഇപ്പോൾ പോലീസിന് സംഭവിച്ചിരിക്കുന്നത് ഇത്രയും വലിയൊരു വീഴ്ചയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇനി മുതൽ എനിക്ക് തോന്നുന്നത് നമ്മൾ തന്നെ ഈ തെളിവുകളും കണ്ടെത്തി നമ്മൾ ശേഖരിച്ചു വെക്കേണ്ടി വരും. കാരണം പോലീസ് ഇതിനെ വളരെ സിമ്പിളായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഈ തെളിവ് നൈസായിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം കോടതിയിൽ ഇത് ഏത് വിജയിക്കുന്നുള്ളത്. ഒരു നല്ല വക്കീലുണ്ടെങ്കിൽ ഒരു പ്രതിക്ക് സുഖമായിട്ട് അവർക്ക് ഇറങ്ങി വരാം. ഇതൊക്കെ തന്നെയാണ് കോടതിയിൽ നടക്കുന്നത്. കോടതിയിൽ നമ്മളുടെ നീതി ദേവത കണ്ണ് കെട്ടിയാണ് ഇരിക്കണേന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമുക്ക് കാരണം ഇവർ കണ്ണ് കെട്ടിയതുകൊണ്ട് ബാക്കി ഇതിന്റെ പിന്നിൽ ചെയ്യുന്ന കള്ളത്തരങ്ങൾ നീതിദേവത കാണുന്നില്ല. അവരുടെ മുമ്പിൽ ചെവിയിലൂടെ കേൾക്കുന്നത് മാത്രമാണ് അവിടെ കാണുന്നത്. പക്ഷെ അതിന് എല്ലാവർക്കും ഒരു നല്ല വക്കീൽ വിചാരിച്ചാൽ എന്തും സാധിക്കും. തെളിവുകൾ വളരെ സിമ്പിളാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തള്ളിപ്പോവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് അറിയാവുന്ന ഭാഷയിലാണ് പറയണത്. ഇതെൻ്റെ ഒരു വല്ലാത്ത ഫീലാണ്. ആ കുട്ടിയുടെ ഇന്നലെ അവർ 2 വർഷങ്ങൾക്ക് ശേഷം, കാരണം എല്ലാം ഉറപ്പാണ് അവർ വിജയിക്കുന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കോടതിയിൽ വരുമ്പോൾ ഈ തെളിവുകളൊന്നും ഇദ്ദേഹം പ്രതിയാവാനുള്ള ഒരു സാധ്യതയും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതി തള്ളി. അതിനോടൊപ്പം പോലീസിനെ നല്ലോണം പറഞ്ഞു. കാരണം പോലീസിന്റെ തെളിവുകൾ നൽകുന്നതിലുള്ള അഭാവമാണ് ഇത് പൊളിയാൻ കാരണം. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയെ കൊന്നത് ആരാണ്? ഇതെല്ലാം ചോദ്യങ്ങളായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ എനിക്ക് വളരെ വിഷമമായിപ്പോയി ഇപ്പം നടന്നിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം. ആ അച്ഛനും ആ അമ്മയും ഒക്കെ എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടായി? ഇവനൊരു കാരണം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മകൾക്ക് സംഭവിച്ചതുകൊണ്ട് ഇവൻ ഇല്ലാതെ ആവണം, നശിച്ചു പോകണം എന്നല്ലേ വിചാരിക്കുക നമ്മളെല്ലാവരും.
കാരണം നമ്മൾക്ക് അല്ലാണ്ട് എൻ്റെ മോള് പോയി, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവന് എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. കാരണം നമ്മൾക്ക് അത്ര ദേഷ്യമാണ്, അത്ര സങ്കടമാണ്. ഇത് ഞാനും ഒരു അച്ഛനായതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും പോലീസിനെ സംബന്ധിച്ച് പോലീസിൽ നിന്നും പല കാര്യങ്ങളിൽ നമുക്ക് നീതി കിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വരുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരികയാണ്. നമുക്ക് നമ്മളുടെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഇതുപോലെ തെളിവുകളുടെ അഭാവം മൂലം ആ പ്രതി പുറത്തിറങ്ങിയാലുള്ള ഫീലിംഗ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ അത്രേ പറഞ്ഞോളൂ. വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റിൽ 6 വയസ്സുകാരെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയെന്ന കേസിൽ അർജുനല്ല കുറ്റവാളിയെന്ന് കോടതി. എങ്കിൽ ആര് കൊന്നു? അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് മാതൃഭൂമി കാണിച്ചിരിക്കുകയാണ്. വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റിൽ 6 വയസ്സുകാരെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ചൂരക്കുളം MMJ എസ്റ്റേറ്റിൽ ലയത്തിൽ അർജുൻ സുന്ദറിനെ 24 വയസ്സ് തെളിവുകളുടെ അഭാവത്തിൽ കട്ടപ്പന അതിവേഗ കോടതി വെറുതെ വിട്ടു. പ്രതി കൊലപാതകം, ബലാത്സംഗം എന്നിവ നടത്തിയെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ജഡ്ജി V. മഞ്ജുവിന്റെ വിധിയിലുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും പോലീസിന്റെയും വീഴ്ചകളിൽ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കോടതി വളപ്പിൽ നിന്നിരുന്ന പെൺകുട്ടിയുടെ അച്ഛനമ്മമാരും ബന്ധുക്കളും വിധിയറിഞ്ഞ് നിലവിളിച്ച് 3ാം നിലയിലേക്ക് ഓടിക്കയറി. പോലീസുകാർ തടഞ്ഞു. അതിനുശേഷം അവർ നിലത്ത് കിടന്ന് പ്രതിഷേധിച്ചു. താഴേക്ക് ചാടാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ അച്ഛനെയും ബന്ധുവിനെയും പോലീസ് ഇടപെട്ട് സാഹസികമായി താഴെ ഇറക്കി. പിന്നെ എന്ത് ചെയ്യും? ഒരു സാധാരണക്കാരൻ നീതി വേണ്ടേ? നീതി ഇല്ലാതെ ആവുമ്പോൾ സ്വന്തം മകളെ കൊന്നവൻ ഇറങ്ങി പോവാണെന്ന് അറിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കൂ. മുകളിൽ നിന്ന് ചാടാനോ എന്തെങ്കിലും ജീവിതം തന്നെ ഇല്ലാണ്ടാക്കാനല്ലേ, ഇപ്പൊ നിന്ന് താഴേക്ക് പോകാനല്ലേ വിചാരിക്കുള്ളൂ. കഷ്ടം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ 1 മണിക്കൂറിലധികം സമയമെടുത്താണ് താഴത്തെ നിലയിലെത്തിച്ചത്. വ്യാഴാഴ്ച 11-നാണ് വിധി പ്രസ്താവിച്ചത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അർജുനെ പോലീസ് കോടതിക്കുള്ളിൽ തന്നെ നിർത്തി. എന്തിനു നിർത്തി? ഈ പോലീസുകാർക്ക് അങ്ങ് വിട്ടുകൊടുത്തൂടെ? എന്തായാലും ഇത്രയും തെളിവുകളും എല്ലാം നശിപ്പിച്ച് കുളം തോണ്ടിയല്ല കോടതിയിൽ എത്തിച്ചത്. അവരെ താഴേക്ക് ജസ്റ്റ് ഇതിൽ മനസാക്ഷിയുള്ള ഒരു സിനിമ നമ്മൾ ഈ അടുത്തിറങ്ങിയുണ്ട്. ആ സിനിമയുടെ പേര് ഞാൻ വിട്ടുപോയി. ആ സിനിമയിൽ അവസാനം ആ പ്രതിനെ ഈ പോലീസുകാരെല്ലാവരും കൂടി കൊന്നു കളയുന്നൊരു സീനുണ്ട്. അത് ഗംഭീര സീനാണ്. ആ സിനിമയുടെ അവസാനം മാത്രമാണ് നല്ലതായിട്ടുള്ളത്. ആ നല്ല സീൻ എല്ലാവരും ഫേസ്ബുക്കിലൂടെയും അവിടെ ഇവിടെ ഭയങ്കര വൈറലായി. ഓർമ്മയുണ്ടോ? എനിക്ക് നമ്മളുടെ മണിപിള്ള രാജുവിന്റെ മോനും ഒക്കെ ഉള്ളൊരു സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതേപോലെ വളരെ സിമ്പിളായിട്ട് രക്ഷപ്പെട്ടു പോകാനുള്ള പ്രതിയെ അവരെല്ലാവരും കൂടി ഇതേപോലെ കെട്ടിത്തൂക്കുന്ന നമ്മുടെ ഇവിടെ നമ്മുടെ ഒരു ബാത്റൂമിൽ കെട്ടിത്തൂങ്ങുന്ന ഒരു സീനുണ്ട്. ആ സിനിമ ഒന്ന് കണ്ടു നോക്കണം. ആ സിനിമ കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ഇതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള പ്രതികൾ ഇനി ജീവിക്കേണ്ട കാര്യം എന്താണ്? അവനെ കെട്ടിത്തൂക്കിയതിന് ശേഷം അവർ പെട്ടെന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള രീതിയിൽ പോലീസ് പറഞ്ഞതിന് ശേഷം അവനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവൻ പോലീസ് വണ്ടി കയറുമ്പോഴും മരിച്ചിട്ടുണ്ടാവില്ല. ചവിട്ടി അവനെ കൊല്ലുന്ന സീനും ഒക്കെ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതുപോലെ ചെയ്യണം. അതുപോലുള്ള പോലീസുകാർ വേണം. വ്യാഴാഴ്ച 11-നാണ് വിധി പ്രസ്താവിച്ച അതൊക്കെ പറഞ്ഞു. അതോടെ സംഘർഷത്തിനിടെ നോട്ടീസ് ബോർഡിന്റെ ചില്ല് തകർത്തു. 12:30 പോലീസ് അർജുനെ പൊതിഞ്ഞു പിടിച്ച് എന്തിനു പൊതിഞ്ഞു പിടിക്കണം? അവനെ അങ്ങ് വിട്ടുകൊടുത്തേക്കണം. പൊതിഞ്ഞു പിടിച്ച് അങ്ങനെ ചെയ്യാൻ പോലീസിന് സാധിക്കില്ല. ഇപ്പം ഇതെൻ്റെ ഫീൽഡിൽ ഞാൻ പറയണേ. പൊതിഞ്ഞു പിടിച്ച് ജീപ്പിൽ കയറ്റി. ജീപ്പിന് മുന്നിൽ കിടന്ന പെൺകുട്ടിയുടെ മുത്തശ്ശി പ്രതിഷേധിച്ചെങ്കിലും ഇവരെ മാറ്റി. DYFI പ്രവർത്തകനായ പ്രതിയെ രക്ഷപ്പെടുത്താനായി അന്വേഷണം അട്ടിമറിച്ചെന്നാരോപിച്ച് വിവിധ സംഘടനകൾ പ്രതിഷേധിച്ചു. ഞാൻ കേസ് എങ്ങനെയാണെന്ന് പറയാം. 2021 ജൂൺ 30-നാണ് എസ്റ്റേറ്റിലെ മുറിക്കുള്ളിൽ നിർധനരായ തോട്ടം തൊഴിലാളികളുടെ മകളായ 6 വയസ്സുകാരി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. അന്വേഷണത്തിൽ അർജുൻ അറസ്റ്റിലായി. പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്ന് അർജുൻ ചോദ്യം ചെയ്തപ്പോൾ സമ്മതിച്ചെന്നും പോലീസ് പറഞ്ഞിരുന്നു. പോലീസിന്റെ വീഴ്ച എണ്ണി പറഞ്ഞു കോടതി. ഞാൻ ഇന്നത്തെ പത്രത്തിൽ ഞാൻ കൂടുതലും ഇങ്ങനെയുള്ളൊരു ഈ ഒരു ന്യൂസിനാണ് പ്രാധാന്യം. ബാക്കിയുള്ള ന്യൂസുകൾ ഒന്ന് ആലോചിച്ചു നോക്കുക. ആ വീട്ടിലെ അവസ്ഥ. അത് കഴിഞ്ഞിട്ടുള്ളത് വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകം. പോലീസിന്റെ വീഴ്ച എണ്ണി പറഞ്ഞു കോടതി കണ്ടെത്തിയ വീഴ്ചകൾ ഞാൻ ആദ്യം വായിക്കാം. സംഭവത്തിന്റെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തിയത്. സ്ഥലത്ത് നിന്നും രക്തം പോലെ
കേസ് തെളിയിക്കാൻ ആവശ്യമായ എന്തെങ്കിലും കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുകയോ അത്തരം കാര്യങ്ങൾ അന്വേഷണ രേഖകളിൽ ചേർക്കുകയോ ചെയ്തില്ല. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് അവർക്ക് അറിയാത്ത കാര്യമാണോ? പോലീസ് ആദ്യമായിട്ടല്ലല്ലോ ഒരു കേസ് അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന കാര്യമല്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥൻ തെളിവുകൾ സീൽ ചെയ്തില്ല, വിരലടയാള വിദഗ്ധനെ പരിശോധിക്കാൻ നിയോഗിച്ചില്ല. ഇത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് വിരലടയാളം ലഭിക്കാനുള്ള സാധ്യതയില്ലെന്ന് പറഞ്ഞതായി കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒഴിഞ്ഞു മാറി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ തന്നെയല്ലേ തെളിവുകൾ ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞത്? ഇനി എന്ത് തെളിവുകൾ ഉണ്ടാക്കാനാണ് വർഷങ്ങൾക്ക് ശേഷം? അന്വേഷണത്തിൽ ഉടനീളം അലസത കാട്ടി, തെളിവുകൾ ശേഖരിക്കുന്നത് അശാസ്ത്രീയ രീതി പിന്തുടർന്നു. ഇത്രയും പോരെ ഈ പോലീസ് ആ പ്രതിക്ക് വേണ്ടി നിന്നു എന്നുള്ളത് തെളിയിക്കാൻ? കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഇവനൊക്കെ ഇങ്ങനെയുള്ള പൊട്ടന്മാരാണ് പോലീസിലെടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് അറിയില്ല, ഇത് പൊട്ടന്മാരല്ല, അതിബുദ്ധിമാന്മാരാണ്. ആ പ്രതിയെ പിന്നെ അതിവേഗ കോടതി 2 വർഷത്തിന് ശേഷമാണ് അതിവേഗ കോടതി. എങ്കിൽ പിന്നെ അതിവേഗ കോടതി എന്തിനാ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിങ്ങനെ തള്ളി ഓരോരോ കാര്യങ്ങൾ കൊണ്ട് അന്ന് ഈ കേസിന്റെ ട്രയൽ കാര്യങ്ങൾ നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ജഡ്ജും അതിന്റെ അവസാനം വരെയുള്ള ജഡ്ജും അല്ല ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്ന വേറൊരു ജഡ്ജിയാണ്. ഇന്നലെ ഞാൻ TV കണ്ടതാണ്. അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. അത്രയും പറയാൻ എനിക്ക് അറിയുള്ളൂ. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരി ബലാത്സംഗം ചെയ്ത ശേഷം കെട്ടിത്തൂക്കി കൊന്നെന്ന കേസിന്റെ അന്വേഷണത്തിൽ ഏറെ അഭാഗങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടി. പോലീസ് നൽകിയ വിവരങ്ങൾ ഇനി പറയാം. കുട്ടിയുടെ കൈവെള്ളയിൽ നിന്നും നഖത്തിന്റെ ഇടയിൽ നിന്നും പ്രതിയുടെ വസ്ത്രത്തിന്റെയും അടിവസ്ത്രത്തിന്റെയും നാരുകൾ കണ്ടെത്തി. പ്രതിയുടെ ശരീരത്തിലെ രോമം ബെഡ്ഷീറ്റിൽ നിന്നും ലഭിച്ചു. ബെഡ്ഷീറ്റിൽ മനുഷ്യബീജത്തിന്റെ അംശമുണ്ടായിരുന്നു. എന്നാൽ വേണ്ടത്ര അളവില്ലാത്തതിനാൽ DNA പരിശോധന നടത്താനായില്ല. പ്രതിയുടെ ഫോണിൽ ഹിഡൻ ഫോൾഡറിൽ കുട്ടിയുടെ 19 ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഫോണിൽ നിന്ന് പ്രകൃതി വിരുദ്ധ ലൈംഗികതയുമായി ബന്ധപ്പെട്ടവ ഉൾപ്പെടെ 242 അശ്ലീല ചിത്രങ്ങളും കണ്ടെത്തി. സംഭവ ദിവസം രാവിലെ ഇത്തരം വീഡിയോകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കുട്ടിയെ ഇത്തരം പീഡനത്തിന് ഇരയായി. നാളുകളുമായി പീഡനത്തിന് വിധേയാക്കുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി. പ്രതിക്ക് ഏറെ നാളായി കുട്ടിയുടെ അടുപ്പമുണ്ടായിരുന്നു. പോലീസ് ചോദിക്കുമ്പോൾ കൊല നടന്ന സമയത്ത് പ്രതി ഉൾപ്പെടെ എല്ലാവരും ബാർബർ ഷോപ്പിലായിരുന്നുവെന്ന് പറയണമെന്ന് പ്രതി മറ്റു കുട്ടികളോട് പറഞ്ഞു. പോലീസിന് ഫോൺ കൈമാറാനും മടിച്ചു. കേസും തെളിവും കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ മറ്റു കുറ്റങ്ങൾക്ക് പുറമെ പോക്സോ നിയമത്തിൽ വിവിധ വകുപ്പുകളും ചുമത്തിയിരുന്നു. 48 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. വണ്ടിപ്പെരിയാർ CI ആയിരുന്നു TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സുനിൽ മഹേശ്വര പിള്ളയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ വക തെളിവുകൾ അവർക്ക് തന്നെ അറിയാം ഇതിൽ നിന്നും ആ പ്രതി രക്ഷപ്പെടുന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ഒരു നീതി കെട്ടാത്തൊരു പരിപാടി എനിക്കറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ വീട്ടിലെ അവസ്ഥ, അച്ഛനമ്മയും ആത്മഹത്യ ചെയ്യില്ലേ? അവരില്ലാണ്ടാവില്ല ഈ ലോകത്തുനിന്ന്. കാരണം അവർക്ക് നീതി കിട്ടുന്നില്ല. അവർ സാധാരണ ജനങ്ങളാണ്. ഇന്നത്തെ പത്രം വായന ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് ബാക്കിയുള്ള പത്രങ്ങളൊന്നും ന്യൂസുകളൊന്നും വായിക്കാനുള്ള ഒരു മൂഡുമില്ല. കാരണം അതിൻ്റെ ഒരു തീവ്രത അത്രയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആലുവയിൽ നമ്മൾ കണ്ട ആ ഒരു നീതി, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കുന്നു എനിക്കിപ്പോൾ തോന്നുന്നത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊരു ബംഗാളി ആയതുകൊണ്ടും ആരും ചോദിക്കാനും പറയാനില്ലാത്തതുകൊണ്ടും സുഖമായിട്ട് പോലീസ് പെട്ടെന്ന് തീരുമാനമാക്കി. പക്ഷെ ഇതങ്ങനെയല്ല. ചോദിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് ചിലപ്പോൾ ഇതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അവര് വേറെന്തെങ്കിലും കാരണങ്ങളോ ഉണ്ടായിരിക്കാം. പക്ഷേ എന്ത് കാരണങ്ങളോ ഉണ്ടാണെങ്കിലും ഇപ്പൊ ഈ ചെയ്തിരിക്കുന്ന നീതികേടാണ്. ഇത് നമ്മൾക്ക് ഓരോരുത്തർക്കും സംഭവിക്കാം. അതുകൊണ്ട് നമുക്ക് ഇതിനെതിരെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട കാര്യമാണ്. പോലീസുകാർ തിരിച്ചറിയേണ്ട കാര്യമാണ്. അത്ര എനിക്കിതിൽ പറയാനുള്ളൂ. കാരണം നിങ്ങൾക്കും മക്കളുണ്ട്. നിങ്ങൾക്കും നാളെ ഈ ഒരു അവസ്ഥ വരാം. അന്ന് നിങ്ങളൊക്കെ എന്ത് ചെയ്യും? കഷ്ടമാണ്. ഇന്നത്തെ ചൂടുള്ള വാർത്തയിൽ ഇത്രയും കാര്യം ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ള ന്യൂസിനൊന്നും റെലവൻസ് ഇല്ല. കാരണം നീതി കിട്ടാതെ പോവുകയാണ് ഈ ലോകത്ത് പലതിനും. അവർക്ക് വേണ്ടി ചോദിക്കാനോ പറയാനോ ആരുമില്ല. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡേവിഡി ടെയിൽ ടോക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. ഗുഡ് മോർണിംഗ്. എന്തായാലും പ്രാർത്ഥിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റും.